ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചെറിയ രൂപത്തിൽ വന്നു. അതിന്റെ എല്ലാ തലത്തിലും ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വിഴിഞ്ഞം തുറമുഖത്തിന്റെ അത് പരിശോധിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പോയി. മുഖ്യമന്ത്രി പോയത് കേരളത്തിലെ ഏതെങ്കിലും IAS കാരന് അല്ലെങ്കിൽ അതുപോലുള്ള വിഴിഞ്ഞം സംഘ പ്രവർത്തകർ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി ഉദ്യോഗസ്ഥ സംഘത്തിയല്ല. വിഴിഞ്ഞം തുറമുഖത്ത് പോയത് മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല, അവരുടെ മകൾ ഇപ്പോ അഴിമതി കേസിൽപ്പെട്ട് ഈ ഗതികളിലേക്ക് പിണറായി എത്തിക്കാൻ പ്രാപ്തിയായ മകൾ വീണ വിജയനൊക്കെ ഇരുന്നുകൊണ്ട് പേരമക്കളും ഒക്കെ കൂട്ടിക്കൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യുക. വിഴിഞ്ഞം തുറമുഖത്തിൽ 6000 കോടി രൂപയുടെ അഴിമതി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് എതിർത്ത ഒരു ആളുകൾ ഇപ്പോൾ അതിന്റെ ആളാകുക മാത്രമല്ല അതൊരു കുടുംബസ്വത്ത് പോലെ അദാനിയുടെ ഈ സംരംഭത്തെ കേരളത്തിലെ ഒരു പിണറായി വിജയന്റെ കുടുംബസ്വത്ത് ഇവർ പോയിട്ട് അവിടെ ചർച്ച നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ അസാമാന്യ തൊലിക്കെട്ടി ഉള്ള ഒരു രാഷ്ട്രീയ നേതാവായി പിണറായി വിജയൻ മാറുകയാണ്. അയാൾ എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങൾ നോക്ക്, 75 വയസ്സായ ഒരു സ്ത്രീ, കേരളത്തിലെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീമതി ആ സംസ്ഥാന സമിതി കാര്യം പറഞ്ഞു. നിങ്ങളിവിടെ പറയേണ്ട കാര്യമില്ല. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് CPM-ന്റെ ഭരണ പ്രകാരം ഏത് താഴെ കമ്മിറ്റിയിലും പങ്കെടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാര്യമില്ല എന്ന് പറയുന്ന ഇയാൾക്കും ഇതേ ആനുകൂല്യമാണ് കൊടുത്തത്. മുഖ്യമന്ത്രിക്കും ശ്രീമതിക്കും ഒരേ ആനുകൂല്യമാണ് എഴുത്ത് കൊടുത്തത്. അവർക്ക് സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കേണ്ടതിന് ന്യായീകരണം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ തന്നെ ആരെയാണോ എതിർക്കേണ്ടത് അവരെ ശരിപ്പെടുത്തുക എന്ന നിലപാട് തികഞ്ഞ ഫാസിസ്റ്റ് വൽക്കരണം CPM ഉള്ളിൽ നടക്കുകയാണ്. അത് പുറത്തു നടക്കുക. ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കീ പോസ്റ്റിൽ നിന്ന ഒരാൾ പിണറായി വിജയൻ തന്നെയാണ്. അതാണ് പിറ്റേ ദിവസം 2012 മെയ് 5-ാം തീയതി തലശ്ശേരിയിൽ അദ്ദേഹം പത്രസഭകൾ നടത്തിക്കൊണ്ട് ഞാൻ കുലംകുത്തി എന്ന് പറഞ്ഞ ആൾ കുലംകുത്തി തന്നെയായിരിക്കും എന്ന് ഊന്നി പറഞ്ഞ ഒറ്റ രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനാണ്. തുടർന്ന് 2012 മെയ് 4 മുതൽ പ്രതികളെ സംരക്ഷിക്കാനും ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ജയിലിൽ പരോൾ ഉൾപ്പെടെയുള്ള നിരവധി സൗജന്യങ്ങൾ നൽകാനും എല്ലാം ശ്രമം നടത്തുന്നത് ഈ പിണറായി വിജയൻ. ഈ 9 വർഷവും TP ചന്ദ്രശേഖരന്റെ പ്രതികൾ വലിയ അളവിൽ അല്ലെങ്കിൽ വലിയ കാലഘട്ടത്തിൽ അവർ പുറത്താണ്. അവർക്ക് എല്ലാ സൗകര്യമുണ്ട്. നിയമസഭയിൽ ജമ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് രേഖാമൂലം കൊടുത്ത മറുപടി തന്നെ KC രാജേന്ദ്രനെ പോലെയുള്ള ആളുകൾ ഒരു വർഷത്തിൽ 165 ദിവസത്തിൽ കൂടുതൽ കൂടുതൽ പറയുന്നത് അത് പുറത്താണ്.